ഒരു നല്ല ഉമ്മയുടെ മടിത്തട്ടില അള്ളാഹുവെ ദീനുള്ള അള്ളാഹുവിനെ ഭയമുള്ള മക്കൾ വളരുന്നത് നല്ല ഉമ്മമാരുടെ മടിത്തട്ടില. അതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പ്രവാചകന്മാരാണെങ്കിലും ഉസ്താദന്മാരാണെങ്കിലും പെണ്ണുങ്ങളെ മാത്രം കുറ്റം പറയുന്നല്ലോ, അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നാകണം, അത് ഞങ്ങളുടെ ആവശ്യമാണ്. നിങ്ങൾ നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകം മുഴുവനും നന്നാകും. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരു പെണ്ണ് നന്നായാൽ എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുടുംബം നന്നാകും. പെണ്ണ് നല്ലവളായിരിക്കണം. ബാപ്പ നല്ലവനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭർത്താവ് നല്ലവനാ, ഭാര്യ മോശക്കാരിയാണെങ്കിൽ ആ കുടുംബത്തിലെ മക്കളുടെ കാര്യം വളരെ ദയനീയമായ അവസ്ഥയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത് ഹാഫിളാണെങ്കിലും തങ്ങളാണെങ്കിലും നബിയാണെങ്കിലും അങ്ങനെ തന്നെ. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല. ഞാൻ ഒറ്റ ഉദാഹരണം ചോദിക്കട്ടെ. 950 വർഷം ദഅവത്ത് നടത്തിയ നബിയ മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാം. ഈ 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബിയുടെ ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചില്ല. മോൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്നത് നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നൂഹ് നബിയുടെ ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിക്കാത്തവളായപ്പോൾ തന്റെ പൊന്നാര മകൻ ഈമാനില്ലാതെ മരിച്ചു പോകുന്ന ഒരു അവസ്ഥ നൂഹ് നബിക്ക് കാണേണ്ടി വന്നു. നബിയല്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാം, അതും പ്രവാചകനാ. ഭാര്യ അല്ലാഹനെ കൊണ്ട് വിശ്വസിച്ചോ? ഇല്ല. മക്കൾ തലതിരിഞ്ഞു പോയി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഒരു പ്രവാചകന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥയോ? പെണ്ണ് നല്ലവളാണെങ്കിൽ അൽഹംദുലില്ലാഹ്